ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗ്ലൂട്ടൻ എൻട്രോപ്പതി അല്ലെങ്കിൽ ഗ്ലൂട്ടൻ സെൻസിറ്റീവ് എൻട്രോപ്പതി. അപ്പോൾ ഇത് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു വസ്തുവിനോടുള്ള അലർജി കാരണം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഗ്ലൂട്ടൻ എൻട്രോപ്പതിയിലുള്ളത്. അപ്പോൾ ഈ ഗ്ലൂട്ടൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിൽ ഇത് പലതിലും ഇതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് വീറ്റിൽ എന്ന് പറഞ്ഞാൽ ഗോതമ്പിൽ, പിന്നെ അടുത്തത് ബാർലിയിൽ റേ എന്ന് പറയുന്ന ഒരു വസ്തു, പിന്നെ ഓട്സിലും ഉണ്ട്. ഈ അസുഖം കണ്ടുവരുന്ന ഹൈ റിസ്ക് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് വിത്ത് ടൈപ്പ് 1 ഡയബറ്റിസ്, ഡൗൺ സിൻഡ്രോം, പേഷ്യൻ്റ് വിത്ത് IgA ആൻറ്റിബോഡി ഡെഫിഷ്യൻസി, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസ്, അതുപോലെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഓഫ് സിലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ എൻട്രോപ്പതി. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ആ ഗ്രൂപ്പുകാർക്കെല്ലാം ഈ സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ എൻട്രോപ്പതി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പാത്തോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ സർഫസ് ധാരാളം വില്ലൈ കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ഈ വില്ലൈസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ ഡൈജഷനും അബ്സോർപ്ഷനും അത്രയും സർഫസ് ഏരിയ കൂടുതൽ കിട്ടും. പക്ഷേ ഇവിടെ ഈ ഗ്ലൂട്ടൻ എൻട്രോപ്പതിയുള്ള ആളുകൾ ഗ്ലൂട്ടൻ ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ വില്ലൈസ് പലതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ല. അപ്പോൾ ഈ വില്ലൈസ് അടന്നു പോയി കഴിയുമ്പോൾ അതിൻ്റെ ആ സർഫസ് വെറും ഫ്ലാറ്റ് ആയിട്ട് മാറും. അപ്പോൾ അബ്സോർപ്ഷൻ ഏരിയ, ഡൈജഷൻ ഏരിയയൊക്കെ അങ്ങ് കുറയും. അപ്പോൾ അസുഖത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഈ വില്ലൈ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് നഷ്ടപ്പെടാം. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കാം. ഇത് ഏത് പ്രായക്കാർക്കും വരാം, പക്ഷേ എങ്കിലും യങ് അഡൽട്സിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ പൊടിക്കുഞ്ഞുങ്ങളിൽ ആദ്യം നമ്മൾ മിൽക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവർക്ക് കുറുക്ക് പോലുള്ള സംഗതികൾ കൊടുക്കും. അപ്പോൾ അതിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചെന്ന് തുടങ്ങുമ്പോൾ ഇതിൻ്റെ സിംറ്റംസും തുടങ്ങും. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വേരിയബിളാണ്. അത് എന്തുമാത്രം ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തുമാത്രം സ്മോൾ ബവലിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ഒരു ലക്ഷണം ഇതെല്ലാം ഗ്ലൂട്ടൻ ചെല്ലുമ്പോഴേ ഉള്ളൂ. ഗ്ലൂട്ടൻ അത് കഴിഞ്ഞൊരു ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റാണ് പുള്ളി പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ അസുഖമെല്ലാം മാറി ഇദ്ദേഹത്തിൻ്റെ കുടലെല്ലാം സാധാരണ രീതിയിലാകുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ക്ലാസിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് സ്മോൾ ബവൽ ഡയറിയ, ബ്ലോട്ടിങ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, അബ്ഡോമിനൽ കോളിക്സ് വരാം, ചിലപ്പോൾ നോസിയ, വൊമിറ്റിങ് വരാം, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ഫെയിലിയർ വരാം, അയൺ ഡെഫിഷ്യൻസി, അനീമിയ വരാം. അതുപോലെ വളർന്നു വരുമ്പോൾ ഷോർട്ട് സ്റ്റാച്ചേർഡ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ ആളുകളായിട്ട് വളർന്നു വരാം. അതുപോലെ പ്യൂബർട്ടി വരാൻ താമസിക്കാം. അതുപോലെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഓഫ് മാൽ അബ്സോർപ്ഷൻ ഇവിടെയും ഉണ്ടാകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംഗതികളും, വിറ്റാമിനുകളും മിനറൽസും എല്ലാം ഇതിൻ്റെ അകത്ത് കുറയും. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് മാൽ അബ്സോർപ്ഷൻ ഉണ്ടാകാം. പിന്നെ ചിലർക്ക് സ്കിൻ പ്രോബ്ലംസ് വരാം. അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഈ പേഷ്യൻറ്റിന് മാറും ഇദ്ദേഹം ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കഴിച്ചു തുടങ്ങുമ്പോൾ, ഗ്ലൂട്ടൻ ഇല്ലാത്ത ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ഈ സിംറ്റംസ് എല്ലാം മാറും. അപ്പോൾ അതാണ് സിലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഈ ഗ്ലൂട്ടൻ എൻട്രോപ്പതിയുടെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗ്നോസ് നോക്കാം. ഡയഗ്നോസിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയാണ്. ഈ പേഷ്യൻസിന് ഈ സിംറ്റംസ് അത് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കഴിക്കുമ്പോൾ അത് മാറുന്നു. അതതിൻ്റെ ഒരു ടിപ്പിക്കൽ ഹിസ്റ്ററിയാണ്. ഇനി ജെജിനൽ ബയോപ്സി. ജെജിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അപ്പർ പാർട്ടാണ്. അതൊരു എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ബയോപ്സി എടുക്കുന്ന രീതിയാണ് അത്. പിന്നെ അടുത്തത് ബ്ലഡ് ടെസ്റ്റുകൾ, ഈ
IgA ആൻറ്റിബോഡി ടെസ്റ്റ്. പിന്നെ നമ്മുടെ സാധാരണ ടെസ്റ്റുകൾ ഈ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡ് കൗണ്ട്, CBC. അപ്പോൾ അത് അനീമിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. അതുപോലെ സിറം വിറ്റാമിൻ D, വിറ്റാമിൻ B12, ഫോളിക് ആസിഡ്, ഇതൊക്കെ നോക്കാം. സിറം ഫെറിറ്റിൻ ടെസ്റ്റ്, ഫെറിറ്റിൻ അത് അയണിൻ്റെ അളവ് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. LFT, RFT. LFT എന്ന് പറഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, RFT എന്ന് പറഞ്ഞാൽ റീനൽ കിഡ്നിയുടെ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരു ഡയഗ്നോസ്, ഗ്ലൂട്ടൻ സെൻസിറ്റീവ് എൻട്രോപ്പതി എന്നൊരു ഡയഗ്നോസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനം ഗോതമ്പ് അവോയ്ഡ് ചെയ്യുക. ഗോതമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മൈദ ഗോതമ്പാണ്, ആട്ട ഗോതമ്പാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ചപ്പാത്തി, ഗോതമ്പ് ദോശ, അതുപോലെ ബേക്കറി സാധനങ്ങൾ, ബ്രെഡ്, റസ്ക്, ബിസ്ക്കറ്റ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. ബാർലി അവോയ്ഡ് ചെയ്യണം, റേ അവോയ്ഡ് ചെയ്യണം, ഓട്സ് കഴിവതും അവോയ്ഡ് ചെയ്യുക, ബിയർ പോലുള്ള സംഗതികൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമുക്ക് സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. ഈ അയൺ സപ്ലിമെൻറ്റ്, B12, ഫോളിക് ആസിഡ്, B6, വിറ്റാമിൻ D, അതുപോലെ മിനറൽസ്. അയണാണ് ഏറ്റവും പ്രധാനം. അതുപോലെ സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ, ഇതെല്ലാം അവർക്ക് ഈ പേഷ്യൻസിന് സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഗോതമ്പെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പിൻ്റെ എന്തെങ്കിലും രീതിയിലൊരു അംശം പുള്ളിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരാം. ഉദാഹരണത്തിന് ഒരു മില്ലിൽ നിന്ന് നമ്മൾ അരിപ്പൊടി മേടിക്കുന്നു, പക്ഷേ ആ മില്ലിൽ ഗോതമ്പ് പൊടിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടാമിനേഷൻ വരും. അതുപോലെ പല ഈ പ്രിസർവ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളും ഈ ഗോതമ്പിൻ്റെ കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മേടിക്കുന്നത് ചിലപ്പോൾ അരിപ്പൊടി ആയിരിക്കും, പക്ഷെ അവിടെ ഗോതമ്പിൻ്റെ അംശം അതിൻ്റെ അകത്തുണ്ടായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് ഇത് വീട്ടിലൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇദ്ദേഹം വല്ല ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും അവിടെ ഇതിൻ്റെ സാധ്യതകൾ, ഈ കണ്ടാമിനേഷൻ്റെ സാധ്യതകൾ കൂടുതൽ വരാൻ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് കഴിക്കാവുന്ന സംഗതികളെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം, വെജിറ്റബിൾസ് എല്ലാം കഴിക്കാം, അതുപോലെ നട്ട്സ്, സീഡ്സ്, അതുപോലെ പാലുൽപ്പന്നങ്ങൾ, മീറ്റ്, ഫിഷ്, എഗ്ഗ്, ഇതെല്ലാം കഴിക്കാം. ധാന്യങ്ങളാണെങ്കിൽ അരി, മെയ്സ്, പിന്നെ നമ്മുടെ കോൺഫ്ലവർ, സോയ, പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം പേഷ്യൻ്റ് തന്നെ ഇതെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴും പേഷ്യൻസ് വരുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല ഗോതമ്പിൽ നിന്ന് അല്ലെങ്കിൽ മൈദയിൽ നിന്നാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അദ്ദേഹം കേക്ക് കഴിച്ച്, ഇദ്ദേഹത്തിന് സിവിയർ മൈദ അലർജി വരുന്ന ആളാണ്. അദ്ദേഹം കേക്ക് കഴിച്ച് കഴിഞ്ഞ് സിവിയർ അലർജി ആയിട്ട് വരുന്ന ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടൻ എൻട്രോപ്പതി ഉള്ള ആളുകളും ഇതുപോലുള്ള സംഗതികളൊക്കെ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഗോതമ്പായിട്ടല്ല ചെല്ലുന്നതെങ്കിലും ഗോതമ്പാണ് അതിൻ്റെ അകത്ത് മെയിൻ ഘടകം. എന്ന് പറഞ്ഞാൽ മൈദയാണ് മെയിൻ ഘടകം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഈ പേഷ്യൻ്റ് തന്നെയാണ്. അപ്പോൾ ഗ്ലൂട്ടൻ എൻട്രോപ്പതിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.